ഹായ്, റിയാലോ അക്കൗണ്ടിംഗ് സോഫ്റ്റ്വെയറിൽ എങ്ങനെ ഒരു പോസ്റ്റ് സെയിൽ എൻട്രി ചെയ്യാമെന്ന് നമുക്കിപ്പോൾ പഠിക്കാം. ആദ്യം തന്നെ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ആദ്യം തന്നെ നമ്മൾ പോസ്റ്റ് സെയിലിൽ പോവുക. എന്നിട്ട് ഇവിടെ നമുക്ക് ലിസ്റ്റ് ഓഫ് യൂസേഴ്സ് കിട്ടും. ഏതാ യൂസർ എന്ന് വെച്ചാൽ ആ യൂസർ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ പാസ്വേഡ് അടിച്ചു കൊടുക്കുക ആ യൂസറുടെ. ഇനി ഇതാണ് നമ്മൾ പോസ്റ്റ് സെയിലിൻ്റെ സ്ക്രീന്. ഇനിയിപ്പോൾ നമ്മളിപ്പോൾ ഒരു ഐറ്റം അടിച്ചു. ഇതിപ്പോൾ നമ്മൾ F9 അടിച്ചു കഴിഞ്ഞാൽ ബില്ല് ക്യാഷ് ആയിട്ട് സേവ് ചെയ്യണമെന്ന് ചോദിക്കും. അത് നമ്മൾ എൻ്റർ അടിച്ചു കഴിഞ്ഞാൽ ബില്ല് സേവ് ആവും. ഇനിയിപ്പോൾ അതേപോലെ തന്നെ നമ്മൾ വേറൊരു ഐറ്റം അടിച്ചു. ഇനിയിപ്പോൾ നമുക്ക് ഐറ്റം സെർച്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ F1 അടിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഐറ്റം സെർച്ച് ചെയ്യുന്ന കോളം വരും. ഇനിയിപ്പോൾ ഈ ഒരു ബില്ല് ഹോൾഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ Ctrl+H അടിച്ചാൽ ബില്ല് ഹോൾഡ് ആവും. ഇനിയിപ്പോൾ ഇതേ ബില്ല് റീകോൾ ചെയ്യണമെങ്കിൽ നമ്മൾ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ Ctrl+R അടിക്കുക. അപ്പം ബില്ലുകൾ ഏതൊക്കെയാണ് ബില്ലുകളുള്ളതെന്ന് വെച്ചാൽ ആ ബില്ല് റീകോൾ ചെയ്യേണ്ട ഓപ്ഷൻ വരും. എന്നിട്ട് വേറെ എന്തെങ്കിലും എക്സ്ട്രാ അടിക്കണമെങ്കിൽ ആ എക്സ്ട്രാ അടിച്ചിട്ട് നമുക്ക് സേവ് ചെയ്യാൻ പറ്റും. ഇനി നമ്മൾ വേറൊരു ഐറ്റം അടിച്ചു. F10 അടിച്ചു കഴിഞ്ഞാൽ ബില്ല് വിസ കാർഡായിട്ട് സേവ് ചെയ്യണോ എന്നുള്ള ഇത് വരും. അപ്പോൾ നമുക്ക് വിസ കാർഡും ഐറ്റം സേവ് ചെയ്യാം. F10 അടിച്ചാൽ നമ്മളിപ്പോൾ വേറൊരു ഐറ്റം അടിച്ചു. ഇപ്പോൾ ഈ ഒരു ഐറ്റം അവർ മൾട്ടി പേയ്മെൻ്റ് ആണ് ചെയ്യുന്നത്. ഇപ്പോൾ കുറച്ച് ക്യാഷും കുറച്ച് വിസയാണ് ചെയ്യുന്നത്. അപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ F12 ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു അതർ കോളത്തിലോട്ടേക്ക് പോകും. അപ്പോൾ ഇവിടെ പോയി കഴിഞ്ഞാൽ നമുക്കിപ്പോൾ റിയാൽ ക്യാഷും ബാക്കി വിസ ആണെങ്കിൽ റിയാൽ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് ക്യാഷ് അടിക്കുക. എന്നിട്ട് ബാക്കി ഇവിടെ എമൗണ്ട് കാണിക്കുന്നത് വിസ കാർഡ് ആക്കിയിട്ട് സേവ് ചെയ്ത് കഴിഞ്ഞാൽ മൾട്ടി പേയ്മെൻ്റ് ആയിട്ടും സേവ് ആയി. ഇനി നമുക്ക് ഇപ്പോൾ ഒരു ഐറ്റം അടിക്കുന്ന നേരം ക്യാഷ് റിസീവ്ഡ് അടിക്കണം. ക്യാഷ് എത്ര കിട്ടിയിട്ടുണ്ടെന്ന് അടിക്കണം എന്നുണ്ടെങ്കിൽ ഇപ്പോൾ 5 റിയാൽ തരുന്നുണ്ടെങ്കിൽ എൻഡ് കീ അടിച്ചു കഴിഞ്ഞാൽ ഈ ഒരു ക്യാഷ് റിസീവ്ഡ് കോളത്തിലോട്ടേക്ക് പോകും. അപ്പോൾ ഇവിടെ നമുക്ക് എത്ര ക്യാഷ് എന്ന് വെച്ചാൽ അടിച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ ബാക്കി ബാലൻസ് ഒക്കെ കാണിക്കും. എന്നിട്ട് എൻ്റർ അടിച്ചു കഴിഞ്ഞാൽ ബില്ല് സേവ് ആവും. ജസ്റ്റ് അവിടെ എമൗണ്ട് അടിച്ചു കൊടുത്താൽ മതി. ഇനി നമ്മളിപ്പോൾ ഇവിടെ ലിസ്റ്റിൽ പോയി കഴിഞ്ഞാൽ നമ്മൾ ഇന്ന് അടിച്ച എല്ലാ ബില്ലുകളും ഇവിടെ കാണും. ആ യൂസർ അടിച്ച എല്ലാ ഇൻവോയ്സുകളും ഇവിടെ കാണും. നമുക്കിപ്പോൾ ക്യാഷ് വിസ ആയിട്ട് സേവ് ചെയ്തിട്ടുണ്ട്, വിസ കാർഡായിട്ട് സേവ് ചെയ്തിട്ടുണ്ട്. ഇതിപ്പോൾ ഓരോന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ ഐറ്റം ഡീറ്റെയിൽസ്, ബില്ലിൻ്റെ ഡീറ്റെയിൽസ് നമുക്ക് ഇവിടെ കാണാൻ പറ്റും. അതിപ്പോൾ ക്ലോസ് ചെയ്യണമെങ്കിൽ നമുക്ക് ഇവിടെ നിന്ന് ക്ലോസ് ചെയ്യാം. താങ്ക് യു.